തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പിന്നെ 7.5 ശനി കഴിഞ്ഞു, 3-ൽ ശനി വന്ന് നിന്നു. ഏറ്റവും നല്ല ഭാവത്തിൽ 3-ൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ വ്യാഴം നമുക്ക് 6-ലേക്ക് പോകുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭാവമാണ് 6-ാം ഭാവം. അപ്പോൾ ഇവിടെ രാഹു വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നിധിയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് 6-ലുള്ള രാഹു നിൽക്കുമ്പോൾ. അപ്പം കടങ്ങളെ ഉണ്ടാക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടങ്ങളെ വാങ്ങിക്കൂട്ടണ്ട. ബാങ്ക് ലോണ് അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് വേഗം കിട്ടും. പക്ഷെ അടവുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നന്നായിട്ട് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദേവീക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അതേപോലെ വിഷ്ണുവിന് എല്ലാ വ്യാഴാഴ്ചയും പോയിട്ട് നെയ്വിളക്ക് കത്തിക്കുക, പിടിപ്പണം സമർപ്പിക്കുക. നമ്മൾ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പറഞ്ഞോ അറിയാണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പിടിപ്പണം വെച്ച് നമസ്കരിക്കുമ്പോൾ അത് മാറുമെന്നാണ് പറയുക. അപ്പം അതൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഗുരുവായൂർ തന്നെ പോയിട്ട് പിടിപ്പണം സമർപ്പിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണൻ്റെ അമ്പലമോ ഉണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതി. അങ്ങനെയാണ് ഈ ഒരു വർഷം തിരുവോണ നക്ഷത്രക്കാർക്കുള്ളത്.